ഹലോ, ലക്ഷദ്വീപുകാരിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അറിയാൻ കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് മടി കൂടിപ്പോയി, വീട്ടിലിങ്ങനെ കുത്തിയിരിപ്പായി, അതൊക്കെയായിരുന്നു റീസൺസ്. അപ്പോൾ നമുക്ക് കുറേ പുതിയ ഓഡിയൻസിനെ കിട്ടി, ലൈക്ക് ഔട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് കുറേ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ മെയിൻലി കൊറിയയിൽ നിന്നുള്ള ഓഡിയൻസാണ് നമുക്കുള്ളത്. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വന്ന ഓഡിയൻസിൽ കുറച്ച് കൊറിയൻസ് ഉണ്ട്. അതിൽ നമുക്ക് അറിയാവുന്ന മീൻസ് ഈ വീഡിയോസൊക്കെ കണ്ട് ലക്ഷദ്വീപിനെ കുറിച്ച് അറിയാൻ വേണ്ടി കുറച്ച് പേര് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമുക്കൊരു ഹായ് പറയാം. അന്യോഹാസിയോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ജസ്രി വീഡിയോയുടെ ബാക്കി പാർട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് സ്പെഷ്യലി ഞാൻ ഈ വീഡിയോ നൗഷിദയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നൗഷീത്ത ഇത് എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് നോക്കാം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ലക്ഷദ്വീപിലെ സീസൺസിനെ കുറിച്ചാണ്. സീസൺസിന് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്കറിയാം വേൾഡിൽ പല സ്ഥലത്തും 4 സീസൺസ് ഉണ്ട്, ചില സ്ഥലത്ത് 3, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ വേൾഡിലെ സീസൺസ് ഇപ്പം നമുക്കറിയാം. നമുക്ക് മെയിനായിട്ട് സീസൺസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചപ്പോൾ നമുക്കറിയാം സമ്മർ, വിൻ്റർ, ഓട്ടം, സ്പ്രിങ്. ഈ 4 സീസണാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. എന്നിട്ട് ഇതിപ്പോൾ വേൾഡിൽ പല സ്ഥലത്തും കാണുന്ന ഈ 4 സീസണൽ ചേഞ്ചസ് ആണ്. ഇനി നമ്മൾ കേരളത്തിലോട്ട് വരുമ്പോൾ കേരളത്തിൽ 3 സീസണൽ ചേഞ്ചസേ ഉള്ളൂ: സമ്മർ, മൺസൂൺ, വിൻ്റർ. പക്ഷെ എന്നാലും ലക്ഷദ്വീപിലാണെങ്കിൽ ഈ സമ്മറും മൺസൂറും വിൻ്ററും കൂടാതെ 4മതൊരാൾ കൂടിയുണ്ട്. അത് സീസൺ എന്ന് പറയാവോ? അത് സീസൺ ആണോ എന്നാണ് നമുക്ക് വീഡിയോൻ്റെ അവസാനം നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും സമ്മറിന് നമ്മുടെ നാട്ടിൽ ലക്ഷദ്വീപിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ സമ്മറിന് ചൂട് കാലം എന്ന് പറയും. അത് തന്നെ നമ്മൾ ലക്ഷദ്വീപിലെ ഭാഷയിൽ പറയുമ്പോൾ ചൂട് കാലം. ചായന് പകരം ഷായ ഇവിടെ യൂസ് ചെയ്യുന്നത് ചൂട് പറയാൻ. അപ്പോൾ ചൂട് കാലം. ചൂട് കാലത്ത് നമ്മൾ പറയുന്നതാണ് ചൂട് കാലം. ചൂട് കാലം. ഇട് എന്നല്ല കേട്ടോ, ചൂട് കാലം. ചൂട് കാലം എന്നാണ് നമ്മൾ പറയുന്നത്. സമ്മറിന് നമ്മൾ മെയിനായിട്ട് പറയുന്നത് ചൂട് കാലം എന്നാണ്. അപ്പം നമുക്ക് സമ്മറിൽ വരുന്ന കുറച്ച് കോൺവെർസേഷൻസ്, ലക്ഷദ്വീപിലെ കോൺവെർസേഷൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയില്ലോ, എന്ത് വെയിലാണ്, ഇതെന്ത് ചൂടാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. ടുഡേ ഈസ് എ ഹോട്ട് ഡേ എന്നൊക്കെ പറയില്ലേ. അത് ലക്ഷദ്വീപുകാർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെന്ന് ചൂട് ബി, ഇതെന്ന് ചൂട് ബി, അതായത് ഇതെന്ത് ചൂടാണ്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് 2 രീതിയിൽ പറയാം. ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്ന്, ടുഡേ. ഇന്ന് എന്നെ ചൂട് ബി, അതായത് ഇന്ന് എന്ത് ചൂടാണ്. ഈ ബിയും പറയാം, മൂനേന്നും പറയാം. എന്ന് വെച്ചാൽ നമ്മളതൊരു എക്സ്പ്രഷനാണ്. ഓക്കെ, ഇന്ന് എന്നെ ചൂട് ബി, അല്ലെങ്കിൽ ഇന്ന് എന്നെ ചൂട് മൂനേ, അങ്ങനെ പറയുന്നവരുണ്ട്. മനസ്സിലായോ? അതായത് എന്ത് ചൂടാണ്, ഇന്ന് ഭയങ്കര ചൂടാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പറയും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചോദിക്കില്ലേ, ഇന്ന് ഭയങ്കര ചൂടാണല്ലേ, അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇന്ന് എന്നെ ചൂടില്ലേ, ഇന്ന് എന്നെ ചൂട് ഇല്ലി. ഇന്ന് മീൻസ് ഇന്ന്, എന്ന് മീൻസ് എന്ത്, ചൂട് മീൻസ് ചൂട്. ഇല്ലേ അറിയാലോ അല്ലേ. അപ്പോൾ ഇന്ന് ഒരു ഭയങ്കര ചൂടുള്ള ദിവസമാണെന്ന് നമ്മളെങ്ങനെയാണ് പറയുന്നത്? ഇന്ന് എന്നെ ചൂട് ബി, അല്ലെങ്കിൽ ഇന്നെന്ന് ചൂട് മുനേ, അല്ലെങ്കിൽ ഇന്നെന്ന് ചൂടില്ലി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ഈ ചൂടിനെ ഈ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന ചില ആൾക്കാരുണ്ടാവുമല്ലോ. എന്ന് വെച്ചാൽ ഇങ്ങനെ അയ്യോ ഭയങ്കര ചൂടാണ്, എന്താണിത് എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയല്ലേ. അതായത് ഭയങ്കര മോൾട്ടൺ സ്റ്റേറ്റ് ആണെന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ. അപ്പോൾ അങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന ആൾക്കാർ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പറയാം, ഇതെന്നെ ഉരുക്കം. ഉരുക്കം മീൻസ് മെൽറ്റിംഗ് ഹോട്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെന്നെ ഉരുക്കം, ഇതെന്ത് ഉരുക്കമാണ്, ലൈക്ക് എന്ത് ചൂടാണ്, ഇതെന്നെ ഉരുക്കം. ഓക്കെ, ഇതല്ലാണ്ട് തന്നെ വേറൊരു രീതിയിൽ എക്സാജറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ നമ്മളും ഇടയ്ക്ക് ഇങ്ങനെ പറയും, ഇതെന്നെ ഉരുക്കം മീൻസ് ഇറ്റ്സ് സോ മെൽറ്റിംഗ് ഹോട്ട്. ആ ഒരു രീതിയിൽ അത്രയ്ക്കും ചൂടാകുമ്പോൾ നമ്മളിങ്ങനെ പറയും, ലൈക്ക് അറ്റ്മോസ്ഫിയർ ഇത്രയും ഇതാകുമ്പോൾ നമ്മൾ പറയും. പിന്നെ വേറെ രീതിയിൽ പറയുന്നവരുണ്ട്, ഈ വെയിലിൻ്റെ ഇത് വെച്ച് പറയുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ ഉരങ്ങുള്ള ബീൽ, എന്ന് ഉരങ്ങുള്ള ബീൽ, ഉരം ഉള്ള ബീൽ. ഉരം മീൻസ് ഹാർഷായിട്ടുള്ളത്,
ബീൽ മീൻസ് വെയിൽ. സൺറൈസിന് നമ്മൾ പറയുന്നത്, വെയിലിനെ പറയുന്നത് ബീൽ എന്നാണ്. അപ്പോൾ ഉരം ഉള്ള ബീൽ മീൻസ് ദ സൺ ഈസ് സോ ഹാർഷ്. ഇന്ന് നല്ല ഭയങ്കര ചൂടാണ്, നല്ല ഹാർഷായിട്ടുള്ള ലൈക്ക് ചൂടാണെന്ന് പറയുന്നതാണ് ഉരം ഉള്ള ബീൽ. പിന്നെ ചില ആൾക്കാരിങ്ങനെ നമ്മളിങ്ങനെ ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ അവസാന നാൾ ആ ഒരു ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പറയുന്ന ആൾക്കാർ, അവരാണെങ്കിൽ പറയുക എങ്ങനെയാണെന്നറിയോ? ഖിയാമത്ത് ചൂട്, അതായത് ഈ ഖിയാമത്ത് നാളിലെ ചൂട്, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ ഖിയാമത്ത് ചൂട് എന്ന് പറയുമ്പോൾ ചൂടിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഖിയാമത്ത് ചൂട്. ഓക്കെ, ഉരങ്ങുള്ള ബീൽ ഖിയാമത്ത് ചൂട്. അപ്പോൾ നമ്മൾ ചൂട് കാലത്ത് ലക്ഷദ്വീപിൽ ചൂടുകാലം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ലക്ഷദ്വീപിൽ ഈ സമ്മർ സീസണിൽ വരുവാണെങ്കിൽ നമുക്കിങ്ങനെ പറയാമല്ലോ, ഇതന്നെ ചൂടില്ലേ മുന്നേ, ഇതന്നെ ചൂട് ബീ, അങ്ങനെയൊക്കെ പറയാമല്ലോ നമുക്ക്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ലക്ഷദ്വീപുകാർക്ക് പെട്ടെന്ന് അത്ഭുതമാവും നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് സീസണിലോട്ട് പോവാം. അതാണ് മൺസൂണിനെ നമ്മൾ പറയുന്നത് മഴ എന്നാണ്. മഴക്കാലം. അപ്പോൾ നമ്മൾ മഴയുടെ യായിനെ മാറ്റി മഴ ആക്കി. ഓക്കെ, മഴക്കാലത്ത് നമ്മൾ മഴക്കാലം എന്നാണ് വിളിക്കുന്നത്. മഴക്കാലം വരുവാങ്ങാണ്ട് മീൻസ് മഴക്കാലം വരാറായി എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ മഴക്കാലത്ത് മൺസൂണ് നമ്മൾ വിളിക്കുന്നതാണ് മഴക്കാലം. ഓക്കെ, പിന്നെ നമ്മുടെ ഇവിടെ ആണെങ്കിൽ കറക്റ്റ് ഒരു പീരീഡ്, ലൈക്ക് ഒരു പ്രത്യേക ഒരു പീരീഡിൽ അങ്ങനെ മൺസൂൺ വന്നിട്ട് ഇപ്പോൾ ഒരു കുറേ ആയി. എന്ന് വെച്ചാൽ നമ്മൾ കോസ്റ്റൽ ഏരിയയിലാണുള്ളത്. ഇവിടെ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് പെട്ടെന്ന് ഉണ്ടാവാറുണ്ട്. അതുമല്ലാണ്ട് ചൂട് കാലത്തൊക്കെ ഭയങ്കര ഉഷ്ണമായിരിക്കും കേട്ടോ. പിന്നെ കടൽക്കാറ്റ് ഉള്ളതൊക്കെ കൊണ്ട് ചില ടൈമിൽ ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിരിക്കും, ഭയങ്കര ലൈക്ക് നല്ല ആശ്വാസമായിരിക്കും കാറ്റൊക്കെ. ചില ടൈമിൽ കാറ്റിൽ നിന്നും ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ നമുക്ക് മഴക്കാലത്ത് വരുന്ന കുറച്ച് കോൺവെർസേഷൻസ് നോക്കാം. നമ്മുടെ നാട്ടിൽ മഴ പെയ്യുമ്പോൾ നോർമലി നമ്മളെല്ലാവരും പറയും, നല്ല മഴയല്ലേ, ഭയങ്കര മഴയാണ്, കോരിച്ചൊരിയുന്ന മഴയാന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതെന്ന് ചൂട്, അതുപോലെ തന്നെ ഇതെന്ന് മഴ. ഇത് എന്ത് മഴയാണ്, ഇതെന്ത് മഴ. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മൂനേന്ന് ചേർക്കാം, ബീന്ന് ചേർക്കാം. ഫോർ എക്സാമ്പിൾ, ഇതെന്ന് മഴ മൂനേ, അങ്ങനെ പറയുന്നവരുണ്ട്. ഇതെന്ന് മഴ ബി, അങ്ങനെ പറയുന്നവരുണ്ട്. നമ്മൾ പറയുമ്പോൾ ആ ഒരു ശൈലിയിൽ വ്യത്യാസം, എന്ന് വെച്ചാൽ ആ ഒരു ട്യൂണിങ്, എൻഡിങ് ട്യൂണിലൊക്കെ ചെറിയൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെ ഇല്ലാണ്ട് പറയുന്നവരുണ്ട്. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, ലൈക്ക് ഇതെന്നെ മളമൂനെ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു എക്സ്പ്രഷൻ ഇല്ലാത്ത ഒരിതില്ല. അതുകൊണ്ടാണ് ഇതെന്നെ മളമൂനെയും ആ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പോൾ മഴക്കാലത്ത് നോർമലി നമുക്ക് ഇപ്പോൾ കേരളത്തിലുണ്ടാവാറുള്ള പോലെ അങ്ങനെ ഈ വെള്ളപ്പൊക്കം അങ്ങനത്തെ ഇതൊക്കെ ഇവിടെ കുറവാണ്. ഈ സുനാമിയുടെ ടൈമിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു, കടലിൽ നിന്നുള്ള വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് നമുക്ക് അങ്ങനത്തെ മഴയുടെ ആ ഒരു ഇതിൽ കുറവാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയി. അപ്പോൾ ബാക്കി സീസൺസ് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞെക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പാർട്ടായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ടാറ്റാ.